നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ഫെഡറൽ ബാങ്കിലെ ഓഫീസ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 10ാം ക്ലാസ് ജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഗ്രി ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. താല്പര്യമുള്ളവർക്ക് 2026 ജനുവരി 8 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർ ഷെയർ കൊടുക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.federalbank.in എന്ന സൈറ്റിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 10ാം ക്ലാസ് ജയിച്ചവർക്കാണ് ഇതിലേക്കുള്ള അവസരം. ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട തീയതികൾ 2025 ഡിസംബർ 30 മുതൽ 2026 ജനുവരി 8 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആദ്യം ഒരു സെലക്ഷന് വേണ്ടി ഒരു ഓൺലൈൻ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് 2026 ഫെബ്രുവരി 1 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് 10ാം ക്ലാസ് ജയിച്ചിരിക്കുക എന്നുള്ളതാണ്. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/12/2005 1/12/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ SC/ST-കാരാകേണ്ട 5 വർഷവും OBC നോൺ ക്രീമികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർ കേരളത്തിലെ എവിടെയാണ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ബാങ്കിൽ ഒഴിവുള്ളത് അതിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ ക്വാളിഫിക്കേഷൻസിന്റെ കൂടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതിലെ 1 മാസമെങ്കിലും ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് ബേസിക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ചെയ്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പേഴ്സണൽ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഹാജരാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ അഭികാമ്യ യോഗ്യതയാണെന്ന കാര്യം മനസ്സിലാക്കും. ശമ്പള സ്കെയിൽ 19,500 മുതൽ 37,815 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം വഴിയായിരിക്കും പെൻഷൻ ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. നിലവിൽ ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന ഒരുപക്ഷെ നമ്മൾ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആ ബ്രാഞ്ചിൽ ഓഫീസിലായിരിക്കും. എന്നാൽ പിന്നീട് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്ന കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ സ്റ്റേജ് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. അതാണ് ഫെബ്രുവരി 1 അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് കേരളത്തിലെ സെന്ററുകളെ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 5 സെന്ററുകൾ കേരളത്തിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ അടുത്തുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫൈനൽ നിയമനം, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുപോലെ സെൻട്രൽ നമ്മൾ ഓൺലൈനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ പറയുന്ന ഒറിജിനൽ 10ാം ക്ലാസ്സിലേക്ക് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കോപ്പി അത് ഹാജരാക്കണം. ഇനി 12ാം ക്ലാസ് പാസ് ഡിപ്ലോമ ഉള്ളവരാണ് അതിന്റെ സർട്ടിഫിക്കറ്റ്. മറ്റ് ആധാർ ID പ്രൂഫ് അല്ലെങ്കിൽ പാൻ കാർഡിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി, മൈക്രോസോഫ്റ്റ് ഓഫീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള 1 മാസം ട്രെയിനിങ് വേണമെന്നുള്ള അത് കഴിഞ്ഞിട്ടുള്ള കോപ്പി, അതുപോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ ഏജ് പ്രൂഫിനുള്ള കോപ്പി, ഇതൊക്കെ നമ്മൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. SC/ST-കാരായ കണ്ടേറ്റാണെങ്കിൽ അവരുടെ റിസർവേഷൻ ആനുകൂല്യം ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, കോമ്പറ്റന്റ് അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കണം. നമുക്ക് ഇതിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നവിടെ നോക്കാം. അതിലേക്ക് 2025 ഡിസംബർ 30 മുതൽ 2026 ജനുവരി 8 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ആദ്യം രജിസ്ട്രേഷൻ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.federalbank.in/careers സൈറ്റിൽ പോവുക. എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക. ജോയിൻ അവർ ടീം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഓഫീസ് അസിസ്റ്റന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഡീറ്റെയിൽസും അറിയിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയും SC/ST കാൻഡിഡേറ്റ്സ് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞു. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് 60 ചോദ്യങ്ങൾ 60 മാർക്കും ആയിരിക്കും ഉള്ളത്. കമ്പ്യൂട്ടർ നോളജിന് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ഇംഗ്ലീഷ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ലോജിക്കൽ റീസണിംഗ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട 15 ചോദ്യങ്ങൾ 15 മാർക്ക് എന്നിങ്ങനെയാണ്. അങ്ങനെ ആകെ 60 ചോദ്യങ്ങൾ 60 മാർക്ക് എന്നിവയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക.
ഇതിലേക്കുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി careers@federalbank.co.in എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എക്സാമിന് ഇപ്പം വേക്കൻസി ഉള്ള സെന്ററുകൾ നമുക്ക് നോക്കാം. അതിന്റെ 20 കിലോമീറ്റർ ചുറ്റുള്ളിൽ താമസിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സെന്ററുകൾ ആലപ്പുഴ, മാങ്കാങ്കുഴി, എറണാകുളം ജില്ലയിലെ എറണാകുളം ബൈപ്പാസ്, എറണാകുളം കത്രിക്കടവ്, മറൈൻ ഡ്രൈവ്, ആലുവ, കാലടി, മൂവാറ്റുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് അതായത് എറണാകുളം ജില്ലയിൽ ഒഴിവുള്ളത്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയും വഴുത്തലയിലാണ് ഇടുക്കി ജില്ലയിലെ ഒഴിവുള്ള 2 വേക്കൻസികൾ അവിടെയാണ്, 2 ബ്രാഞ്ചുകൾ അവിടെയാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂര്, പാനൂര്, തലശ്ശേരി എന്നീ 3 സ്ഥലങ്ങളിൽ വേക്കൻസികളുണ്ട്. കൊല്ലം ജില്ലയിലെ ഇളമ്പൽ, കടക്കൽ, പോളയത്തോട്, ഓയൂർ എന്നിങ്ങനെ 4 സെന്ററുകളിൽ കൊല്ലം ജില്ലയിൽ സെന്ററുകളുണ്ട്. കോട്ടയം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ തുരുത്തിയിലുള്ള കറൻസി ചെസ്റ്റ് ആണ്. കാഞ്ഞിരപ്പള്ളി, കോട്ടയം അടുത്തുള്ള കഞ്ഞിക്കുഴി, കുറുവിലങ്ങാട്, അതുപോലെ LCRD കോട്ടയം ഡിവിഷൻ, മുണ്ടക്കയം, പായിപ്പാട്, പാമ്പാടി, പെരുന്ന അത്രയും ബ്രാഞ്ചുകളിൽ ഒഴിവുണ്ട് കോട്ടയം ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ചെറുവണ്ണൂർ, അതുപോലെ കോഴിക്കോട് കറൻസി ചെസ്റ്റ്, കോഴിക്കോട് ക്രെഡിറ്റ് ഹബ്ബ്, വടകരയില് ഇത്രയും സ്ഥലങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിൽ വേക്കൻസി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം, ചേലാരി, എടക്കര എന്നീ സ്ഥലങ്ങളിലും, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും സെന്റർ വേക്കൻസികളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കറൻസി ചെസ്റ്റ്, ആറ്റിങ്ങലുള്ള കറൻസി ചെസ്റ്റ്, കിളിമാനൂർ, മുട്ടട, പോങ്ങുമൂട്, തിരുവനന്തപുരം ക്രെഡിറ്റ് ഹബ്ബ്, വക്കം എന്നിങ്ങനെ സെന്ററുകൾ തിരുവനന്തപുരം ജില്ലയിൽ വേക്കൻസികളുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ചാലക്കുടി നോർത്ത്, അതുപോലെ കല്ലേട്ടുകരയിലുള്ള കറൻസി ചെസ്റ്റ്, കൊടുങ്ങല്ലൂര്, ST നഗർ, തൃപ്രയാർ എന്നീ ബ്രാഞ്ചുകളാണ് തൃശ്ശൂർ ജില്ലയിൽ വേക്കൻസി ഉള്ളത്. കേരളത്തിലുള്ള വേക്കൻസി ഇതാണ്. നമ്മൾ എവിടെയാണോ വേക്കൻസി അതിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നതായിരിക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഇവിടെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ജനുവരി 8 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വിനയപ്പെടുത്തുക. സ്ഥിരം ജോലിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. 10ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡിഗ്രി ഉള്ളവർ എലിജിബിൾ അല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താല്പര്യമുള്ളവരെ ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് www.federalbank.in എന്ന സൈറ്റ് വഴി ഇതിലേക്ക് ജനുവരി 8, 2026 വരെ അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.